പരിശുദ്ധമായ മദീനയിലെ നോമ്പ് തുറ, ജനലക്ഷങ്ങൾ നോമ്പ് തുറക്കുന്ന മനോഹരമായ കാഴ്ചകൾ. അൽഹംദുലില്ലാഹ്, മദീനയിലെ നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായി തുടങ്ങി. എല്ലാ ഭാഗത്തും ആളുകൾ സുപ്രവിരിച്ച് ഇരിക്കാൻ തയ്യാറായി. അവർക്കുള്ള ഇഫ്താർ കിറ്റുമായി അതിന്റെ ഖാദിമീങ്ങൾ രംഗത്തിറങ്ങി. നമുക്കറിയാം, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, എല്ലാ ഭാഗത്തും ആണുങ്ങളും പെണ്ണുങ്ങളുമായി ഒരുപാട് ആളുകളുണ്ട്. ആ പച്ചക്കുബ്ബയുടെ മനോഹരമായ കാഴ്ച. അൽഹംദുലില്ലാഹ്, ഇതിപ്പോ പള്ളിയുടെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ ഇഫ്താറിന്റെ ബോക്സുകൾ ഇവിടെ കാണാൻ കഴിയും. ഇതിലാണ് ഗിഫ്റ്റ് ഉള്ളത്. ആ സമയമാകുമ്പോൾ സുപ്രൊക്കെ വിരിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ വിതരണം ചെയ്യും. അതിന്റെ ഖാദിമ്യങ്ങളാണ് ഇഫ്താറിന്റെ. അൽഹംദുലില്ലാഹ്, എല്ലാ ഭാഗത്തും ആളുകൾ. പുറത്ത് ഇത്രത്തോളം ആളുകൾ ഉണ്ടെങ്കിൽ ഉള്ളിൽ എത്ര ആളുണ്ടാകുന്ന നിങ്ങൾ ആലോചിക്കണം കേട്ടോ. എല്ലായിടത്തും സുപ്ര വിരിച്ചിട്ടുണ്ട്. ആളുകൾ ബോക്സ് ഇവിടെ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ്, നമുക്ക് പള്ളിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി നോക്കാം. അൽഹംദുലില്ലാഹ്, ഇതിനേക്കാളും വലിയ നോമ്പ് തുറ ലോകത്ത് എവിടെ ഉണ്ടാവൂലേ? അതും ആ പച്ചക്കുബ്ബ ഇങ്ങനെ. മാഷാ അല്ലാഹ്, എനിക്ക് നിങ്ങളെ കാഴ്ച രംഗം ആലോചിച്ചേക്ക്. ആ പച്ചക്കുബ്ബ, അതിന്റെ താഴെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുടെ നോമ്പ് തുറ. അവിടെ വേറെയുള്ള ആളുകൾ പലതും വിതരണം ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണാൻ കഴിയും കേട്ടോ. നമുക്ക് കാണാൻ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇവിടെ ക്ലോസ് ആക്കിട്ടോ, മേലെ കയറാൻ കഴിയില്ല. നമ്മൾ അടുത്ത സ്ഥലം പിടിക്കണം. വെറൈറ്റി ആണ് തോന്നുന്നുണ്ട്. ഇതുപോലെ കിട്ടിയതാണ്. സംഭവം അല്ലേ? ഇൻഷാ അല്ലാഹ്, പള്ളിയുടെ പല ഭാഗങ്ങളും ക്ലോസ് ചെയ്തു. താഴത്ത് കയറാൻ കഴിയുമെന്ന് അറിയില്ല. ഇവിടെ സുപ്ര വിരിക്കുന്ന രംഗം കാണട്ടോ. സുപ്രത വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇഫ്താറിനും വേണ്ടി, നോമ്പ് തുറക്കും വേണ്ടി ഇവിടെ ഖാദിമീങ്ങൾ തയ്യാറാക്കിയതാണ്. എല്ലാ ഭാഗത്തും സുപ്ര വിരിച്ച ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അതെന്ത് രംഗങ്ങളുള്ള കാഴ്ചയിലെ എണ്ണങ്ങള് സുപ്ര വിരിക്കണ സിസ്റ്റം. മാഷാ അല്ലാഹ്, കാഴ്ചകൾ. ഇവിടെ നിങ്ങൾ ഒരാൾ പിടിച്ചു കൊടുക്കുന്നു, വലിച്ചു കൊണ്ടുപോവാ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അറ്റം വരെ സുപ്ര ഇരിക്കുക കേട്ടോ. മാഷാ അല്ലാഹ്, ഇവിടൊക്കെ ആളുകളാണ്. ഇവിടെ നമ്മളെ ഹറമിന്റെ പള്ളിന്റെ അകത്ത് മാത്രല്ല, പുറത്തൊക്കെ നിങ്ങള് ഇത്ര ആളുകളാണ്. ഇവിടെ പല ആളുകളും ഇങ്ങനെ സ്വതക്ക ചെയ്യും കേട്ടോ. കാരണം കാരക്കായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വതക്ക ചെയ്യുന്നുണ്ട്. നോക്കി എത്ര ആളുകളാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ഇവിടൊക്കെ വരാൻ എല്ലാവർക്കും തോക്കിക്കൽക്കുന്നുണ്ട്. അവർക്ക് ഈ രംഗം മാഷാ അല്ലാഹ് ഇവിടൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സൈഡിലും ഉണ്ട്. സത്യത്തിൽ എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ വ്യക്തമായി പറയാൻ കഴിയാത്ത. ഇത് പള്ളിയുടെ ഹറമിന്റെ പുറത്തുള്ള കാഴ്ചകളാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് പള്ളിന്റെ ഹറമിന്റെ പുറത്തുള്ള കാഴ്ച കേട്ടോ. പള്ളിന്റെ അകപ്പള്ളി എന്താക്കിയിട്ടുണ്ട്, ക്ലോസ് ആക്കിയിട്ടുണ്ട്. മുകളിലേക്കാണ് ആളുകൾ കയറ്റി വിടുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് പള്ളിന്റെ പുറത്തുള്ള, അഥവാ ആ കോമ്പൗണ്ടിലുള്ള കാഴ്ചയാണ്. ഇതിന്റെ ഗേറ്റിന്റെ അപ്പുറത്ത് ഇതിനേക്കാൾ തിരക്കുള്ള ഒരെങ്ങും കൂടി ഉണ്ട്. വെച്ചാൽ നമ്മള് മുകളിലേക്ക് പോവാണ്. താഴത്തിന്റെ ഫുള്ളായി. ഹറമിന്റെ മുകളിലേക്ക് കയറിയൊക്കെ നമ്മൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ. ഇത് പള്ളിയാണ്, അകമ്പള്ളിയാണ്. അടുത്ത് ഫുള്ളായ ആളുകൾ. ഇന്നോട് ഗ്യാപ്പില്ല. ഇപ്പൊ ആളുകൾ മുകളിലേക്കാണ് പോകാൻ. പള്ളിന്റെ ഉള്ളിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ കഴിയും കേട്ടോ. അകമ്പള്ളിയാണ് കാണാൻ. ആളുകൾ നിറഞ്ഞിട്ടാണ് ഇപ്പൊ മുകളിലേക്ക് നമ്മൾ കയറ്റിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, പള്ളിയുടെ ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത്. ഇവിടെ ഇതാ ആളുകൾ നോക്കി മനസ്സിലാവും കേട്ടോ. ഫുള്ള ആളുകളാണ്. ആലോചിച്ച് നോക്കണം, എത്ര ആളുകളാണ് നോമ്പ് തുറക്ക് വേണ്ടി മദീനയിലുള്ളത് എന്നുള്ളത്. ഇവിടൊക്കെ നോമ്പ് തുറപ്പിച്ചുള്ള കൂലി എത്രയാണ്? ഇവിടൊക്കെ വന്ന് ഒരു നോമ്പ് തുറക്കെങ്കിൽ നമുക്ക് കൂടാൻ കഴിയും. സംസമാണെങ്കിൽ കാണണം കേട്ടോ. സംസം മാഷാ അല്ലാഹ്, സംസം വെള്ളം ഉണ്ട്. ഇത് ഇവിടെയുള്ള ആളുകൾ എല്ലായിടത്തും പോയി കാണിക്കാൻ വരെ സാധ്യമാവില്ല. കാരണം അത്രത്തോളം ഭാഗങ്ങളിൽ മുകളിൽ വരെ ആളുകൾ
നിറഞ്ഞു ഒഴുകുന്നൊരു കാഴ്ചയാണ് ഈ കാണാം കേട്ടോ. മാഷാ അല്ലാ. നിങ്ങൾ കാഴ്ചകൾ നോക്കി. ഈ സൈഡ് അതേപോലെ ഇഫ്താറിന്റെ കിറ്റാണ് കാണുന്നത്. അങ്ങനെ ആ എൻഡ് വരെ ഉണ്ട്. ഈ പരിശുദ്ധമായ ഈ മദീന പള്ളീന്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ നോമ്പുറപ്പിക്കേണ്ട നിങ്ങൾ ആലോചിച്ച് നോക്കി. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇവിടേക്ക് സംസം വെള്ളമുണ്ട്, എടുക്കാനുള്ള അവസരം അവിടെ ഉണ്ട്. മാഷാ അല്ലാ. ഇവിടെയൊക്കെ ആളുകളെ സുപ്രയിലേക്ക് ഇങ്ങനെ ക്ഷണിക്കാൻ തുടങ്ങാൻ. عدي بالعد ما تاخذيش من برا.